നമസ്കാരം. ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറാണ്. പൊതിച്ചോറ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് വാട്ടിയ വാഴയിലയിൽ ചോറുണ്ടാകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു പൊതിച്ചോറാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഐറ്റങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഒരു മീൻ വറുത്തത്, ഒരു മെഴുക്കുവരട്ടി, ഒരു ഓംപ്ലേറ്റ്, ഒരു ചമ്മന്തി, ഇത്ര ഐറ്റം വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് നമുക്ക് അതിനുള്ള കറികളൊക്കെ ഒന്ന് റെഡിയാക്കാം. ആദ്യമേ അതിൻ്റെ മീൻ വറക്കാനുള്ള മസാലയൊക്കെ ഇട്ട് നമുക്ക് മീനൊന്ന് മസാല ഇട്ട് വെക്കാം. നമ്മളിവിടെ ഒരു മീനാണ് എടുത്തിരിക്കുന്നത്, ഒരു അയിലയാണ്. ഒരു ശകലം മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, ലേശം ഉപ്പ്, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച്, ഇതിനോട് നമുക്കൊന്ന് ശകലം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യും. തുള്ളി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിനോടൊന്ന് മിക്സ് ആക്കാം. അതിനകത്ത് ലേശം നമുക്കൊരു 1/4 ടീസ്പൂണും കുരുമുളക് പൊടിയൂടെ അങ്ങോട്ട് ഇട്ട് ചേർത്ത് കൊടുക്കും. ഇതെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. നമുക്കിതൊന്ന് മസാല ഇടാം. വറക്കാനുള്ള മീനൊന്ന് മസാലയൊക്കെ പുരട്ടി വെക്കാം. ഇനി നമ്മൾ മസാല ഇട്ടിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. സമയത്ത് നമുക്ക് മെഴുക്കുവരട്ടി റെഡിയാക്കാം. മീൻ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബീട്രൂട്ട്, കിഴങ്ങ്, ക്യാരറ്റ്, ഒരു 2-3 പച്ചമുളക്, ഒരു സവാള, ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇടാം. എല്ലാവർക്കും അറിയാൻ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ് ഇത്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാം ഇട്ട് അത് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട്, കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് കയറിയിടുക. ഒരു 1/2 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ആക്കി നമുക്കൊരു ലേശം വെള്ളം, ഇത്തിരി വേണ്ട, നമുക്കിത് വേവാൻ വേണ്ടി ഒരു ശകലം വെള്ളം, കൈവെള്ളം മതി കളിക്കും. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചിടണം. നല്ലോണം വേവ്. അപ്പോൾ നമുക്ക് ഒരു ചമ്മന്തി കൂടെ ഒന്ന് അരച്ചേക്കാം. ഒരു തേങ്ങ അങ്ങോട്ടിടാം. ഒരു 4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇച്ചിരി വാളൻ പുളി, ലേശം ഉപ്പ്, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് നമുക്കിത് ചമ്മന്തി അരയ്ക്കാം. മീനൂടെ അങ്ങ് വറുത്തേക്കാം. മെഴുക്കുവരട്ടി വെന്തുകൊണ്ടിരിക്കുകയാണ്.
തീ കുറച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. മീൻ നമുക്ക് നല്ലതൊന്ന് വറക്കാം. മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ റെഡിയായിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി നല്ല റെഡിയായിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ട്, പിന്നെ വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തേക്കാം. അടിച്ചേക്കാം. അപ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞ് ഇരിപ്പുണ്ട്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഇതായിട്ടൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ 2 മുട്ടയാണ് ഇതിരിക്കുന്നത്. 2 മുട്ടയുടെ ഓംപ്ലേറ്റ് അടിക്കുക. നല്ല ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. ഓംപ്ലേറ്റ് കൂടെ അങ്ങ് അടിച്ചെടുക്കാം. കറിവേപ്പില നമുക്ക് ഇടാം. പൊതിച്ചോറ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. വേലയൊക്കെ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ല കുത്തിരിച്ചോറാണ്. ഇട്ടേക്കാം. ചമ്മന്തി, നമ്മുടെ മീൻ വറുത്തത്, മാങ്ങ അച്ചാർ, മുട്ട പൊരിച്ചത്, നമ്മുടെ ഒരു മിക്സ്ഡ് മെഴുക്കുവരട്ടി, നമ്മൾ കറിയെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കാം. നമുക്കതൊന്ന് പൊതിഞ്ഞെടുക്കാം. നമുക്കൊരു മുകളിലൊരു പേപ്പറൂടെ അങ്ങോട്ട് കവർ ചെയ്ത് കെട്ടിയേക്കാം, പൊതിഞ്ഞേക്കാം. ചോറെല്ലാം നമ്മൾ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇലയിൽ തന്നെ ഒരു അരമണിക്കൂറെങ്കിലും ഇന്ന് ഇരിക്കണം. ഇരുന്നിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ടിയ വാഴയിലുള്ള കറികളും കൂട്ടി നമ്മൾ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.